പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് മരണം കഴിഞ്ഞാൽ അവിശ്വാസിയായിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ, മരണം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിശ്വാസിക്ക് അവന്റെ സോൾ എങ്ങോട്ട് പോകുന്നു? അവിശ്വാസിയുടെ സോൾ അത് എന്തിലേക്കാണ് പോകുന്നത്? ശരീരം എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസിയുടെ അവിശ്വാസിയുടെ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മരണം എന്നുള്ളത് അത് വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, മരണം എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ മരണവും മരണശേഷം ഒരു ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികൾ സംബന്ധിച്ച് നമ്മൾ ഈ ന്യായവിധിയിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. വിശ്വാസികൾ അവരുടെ പ്രവൃത്തികളുടെ ന്യായവിധി, അതായത് അവരുടെ പ്രവൃത്തികൾ അത് നരകത്തിലേക്കല്ല, മറിച്ച് റിവാർഡിനായിട്ടുള്ള ഒരു ന്യായവിധി നമുക്ക് വിശ്വാസികൾക്കുണ്ട്. അത് നരകത്തിലേക്കുള്ള വിധിയല്ല. നമ്മുടെ പ്രവൃത്തിയെ ദൈവം ശോധന ചെയ്യുന്നു. ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തിക്ക് റിവാർഡുകളുണ്ട്. അവിശ്വാസിയെ സംബന്ധിച്ച് അവൻ ന്യായം വിധിക്കപ്പെടുന്നത് അത് നിത്യശിക്ഷയ്ക്കായിട്ടാണ് ന്യായം വിധിക്കപ്പെടുന്നത്. അപ്പോൾ മരണവും മരണശേഷം ന്യായവിധിയും മനുഷ്യർക്കെല്ലാം ദൈവം വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മരണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ബൈബിൾ എക്സെപ്ഷണൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഏനോക്കിന്റെ കാര്യമാണേലും, ഏനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ മരണം കൂടാതെ എടുക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഏനോക്ക്, എലീജ എന്നുള്ളവരുടെ കാര്യങ്ങളാണ്. അത് ബൈബിൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. എങ്കിലും എല്ലാ മനുഷ്യർക്കും മരണം എന്നുള്ളത് ജനറൽ റൂളാണ്. അപ്പോൾ ഒരിക്കൽ മരണം എന്നുള്ളത് മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. സാധാരണയായും മരണം അങ്ങനെ അധികം പ്രസംഗങ്ങളിലൊന്നും വരാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഒരു മോശം കാര്യമായിട്ടാണ് സകല മനുഷ്യരുടെ ഇടയിലും നിലനിൽക്കുന്നത്. ലോകത്തിലും ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, അവിശ്വാസികളെ നോക്കിക്കഴിഞ്ഞാൽ മരണം അവരെ സംബന്ധിച്ച് വലിയ വേദനയുടെയും നിരാശയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ്. അപ്പൊ മരണം എന്നുള്ളത് ലോകത്തിലെല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഒരു ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിശ്വാസികളെ ആണെങ്കിലും മരണം ഒരു വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മരണം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും, വിശ്വാസികളെ ആണെങ്കിലും അവിശ്വാസികളെ ആണെങ്കിലും ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിശ്വാസികളുടെ കാര്യത്തിൽ അതൊരു ഭയാനകമായ എൻഡാണ്, ഒരു വലിയ ഭീതി ഉളവാക്കുന്ന അവസാനമാണ് മരണം എന്നുള്ളത്. പലപ്പോഴും ഞാൻ പല ആൾക്കാരും ഈ മരണഭയം ഭയങ്കരമായി, അത് അവിശ്വാസികളുടെ കേസിൽ ഭയങ്കരമായി ഞാൻ ആ മരണഭയം കണ്ടിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇനിയൊന്നുമില്ല, പിന്നെ ആഫ്റ്റർ ലൈഫിനെ പറ്റി അവരുടെ ഓരോ മതങ്ങളും പഠിപ്പിക്കുന്ന വിധത്തിലായിരിക്കും അവർ കാണുന്നത്. പല സാധാരണപ്പെട്ട ആൾക്കാർ അതിനെപ്പറ്റി ഒന്നും വലിയ ബോധേടാകാറില്ല. അവർക്ക് ഈ ലോകത്തിലെ ജീവിതത്തെ പറ്റി തന്നെയാണ് കൂടുതൽ പ്രതീക്ഷകളും ചിന്തകളും ഉള്ളത്. കാരണം അതിനപ്പുറം ഉള്ളതൊന്നും അവർക്കറിയില്ല. അപ്പോൾ മരണം എന്നുള്ളത് അതൊരു വലിയ വേദനയുള്ള കാര്യമായിട്ട് തന്നെയാണ് എല്ലാ മനുഷ്യരുടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മരണം കഴിഞ്ഞാൽ എവിടെ പോകുന്നു? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നമുക്ക് ലോകത്തിൽ പല വ്യൂ പോയിന്റുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു ഒരുപാട് സമയം വേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എന്താണ് ബൈബിൾ പറയുന്ന മരണം കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റി, സ്വർഗത്തെ നരകത്തെ പറ്റി, അതെങ്ങനെയാണ് അവിശ്വാസിക്കും വിശ്വാസിക്കും എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്നുള്ളത് ബൈബിൾ പറയുന്നത് എന്നുള്ളത് നോക്കുവാനും, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ പറയുന്ന മരണാനന്തര ജീവിതത്തെ പറ്റി ഉള്ള ചില കാഴ്ചപ്പാടുകളെ പറ്റി സംസാരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികൾക്കിടയിൽ പലതരത്തിലുള്ള മരണാനന്തര ജീവിതത്തെ പറ്റി പലതരത്തിലുള്ള വ്യൂ പോയിന്റുകൾ ഉള്ളവരുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള വിശ്വാസങ്ങൾ ക്രിസ്ത്യാനിക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നരകത്തെ പറ്റി നമ്മൾ ആരും അധികം അങ്ങനെ കേട്ടിട്ടില്ല. കാരണം അധികം എല്ലാവരും സ്വർഗത്തെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയാണ് ബൈബിളും കൂടുതൽ വർണ്ണിക്കുന്നത്. ബൈബിളും കൂടുതൽ അതിനെപ്പറ്റിയാണ് പറയുന്നത്. എങ്കിലും ബൈബിൾ നരകത്തെ പറ്റി കർത്താവ് ഒരുപാട് സംസാരിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. കർത്താവാണ് കൂടുതലും നരകത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്? അവന്റെ വിശ്വാസിയാണേലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം ഇവിടെ കിടക്കുന്നു, സോൾ എങ്ങോട്ട് പോകുന്നു? അവിശ്വാസിയുടെ ശരീരം ഇവിടെ കിടക്കുന്നു, സോള് എങ്ങോട്ടാണ് പോകുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എന്താണ് ഇവരുടെ രണ്ടുപേരുടെയും ശരീരത്തിനും സംഭവിക്കുന്നത് എന്നുള്ളൊരു വിഷയം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന ചില മരണാനന്തര വിശ്വാസിക്കും അവിശ്വാസിക്കും സംഭവിക്കുന്ന കാര്യത്തെപ്പറ്റിയുള്ള വ്യൂ പോയിന്റിൽ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ചില വ്യൂ പോയിന്റുകളാണ്. ഒന്ന് ആണ് യൂണിവേഴ്സലിസം എന്ന് പറയും. ഈ യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തില് എല്ലാവരും പോകും. അതായത് ദൈവം നരകം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. സ്വർഗത്തിൽ എല്ലാവരും പോകും, വിശ്വാസികൾ പോകും. അതുപോലെ അവിശ്വാസികൾ ഈ പറയുന്ന അവരുടെ പ്രവൃത്തികൾക്ക് കുറച്ചു നാളത്തേക്ക് നരകത്തിൽ ഒരു പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അവർ കിടക്കും, ശിക്ഷ അവർക്കുണ്ടാകും. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് സ്വർഗം ലഭിക്കും എന്നുള്ളതാണ് ഈ യൂണിവേഴ്സലിസം പറയുന്നത്. അപ്പൊ എന്തായാലും കുറച്ചു നാൾ കഴിഞ്ഞ് അവര് സ്വർഗത്തിൽ പോകും. ആദ്യം കുറെ നാള് അവര് നരകത്തിൽ വേദന അനുഭവിക്കുമെങ്കിലും അവിശ്വാസികളുടെ കാര്യമാണ്.
അവരെ ദൈവം കുറച്ച് നാൾ നരകത്തിൽ ഇട്ടിട്ട് പിന്നെ ദൈവം അവരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും. കുറച്ച് നാൾ അവർക്ക് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും, അത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുപോകും. എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഇതിനൊരു ബൈബിൾ പ്രകാരം ഇതൊരു ശരിയായ വ്യൂ പോയിന്റ് അല്ല. കാരണം അവിശ്വാസികളെ പറ്റി നിത്യ ദണ്ഡനമാണ് അവർക്ക് നരകത്തിൽ എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ കാണിക്കുന്നത്. ഇറ്റേണൽ ഡെത്താണ് ബൈബിളില് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലിക ശിക്ഷയാണ് എങ്കിൽ ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് ബൈബിളിലെ വാക്യങ്ങളുമായിട്ട് വരുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷം 25:46 പറയുന്നു, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ബൈബിളിന് വാക്യങ്ങൾ, അത് ഒരുപാട് പുസ്തകം 20:10 നിത്യദണ്ഡനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കോൺട്രഡിക്ഷൻ, ഡയറക്റ്റ് കോൺട്രഡിക്ഷൻ ഈ പറയുന്ന യൂണിവേഴ്സലിസം വിശ്വസിക്കുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഒരു ബിബ്ലിക്കൽ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു വ്യൂ ആണ് അനൈലേഷനിസം എന്ന് പറയും. അനൈലേഷനിസം അവിശ്വാസികളുടെ കാര്യം പറയുന്നത്, അവർ മരണശേഷം അവർ കർത്താവിന്റെ രണ്ടാം വരവിൽ അവർ കർത്താവിൽ വിശ്വസിക്കാത്തവർ ഉയർത്തെഴുന്നേക്കും. അവർക്കൊരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം അവർ സീസ് ചെയ്യപ്പെടും. അവർ കംപ്ലീറ്റ്ലി അവരുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും, അവരില്ലാതായിത്തീരും. നരകത്തിലുള്ള ദണ്ഡനമൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. കുറച്ചു പേർക്ക് കുറച്ചു കാലം ദണ്ഡനമൊക്കെ ഉണ്ട്. അത് ഒരു 2 വേരിയേഷൻസ് ഓഫ് വ്യൂ പോയിന്റിൽ ഈ അനൈലേഷനിസം വിശ്വസിക്കുന്നവരുണ്ട്. ചിലവർ പറയുന്നു ചില കുറച്ചു നാൾ അവർക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവരും എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും. അവിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വാസികൾ എറ്റേണലി കർത്താവിനോട് കൂടെ ജീവിക്കും. അപ്പൊ അനൈലേഷനിസം പറയുന്നത് ഈ താൽക്കാലികമായൊരു ദണ്ഡനം ചിലവർക്ക്, അല്ലാത്ത അവിശ്വാസികൾക്ക് ന്യായവിധി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവരുടെ ആ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും, അവരില്ലാതായി തീരും, അല്ലെ പൂർണ്ണമായും അവർ ഇല്ലാതായി തീരും എന്നുള്ളതാണ്. ഇത് വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഫേമസ് തിയോളജിയൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, പക്ഷെ ചർച്ചിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കത്തില്ല, കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടാവും, ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ പുള്ളി അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുവിശേഷം പറയാനുള്ള അദ്ദേഹത്തിന്റെ അർജൻസി നഷ്ടപ്പെടും. കാര്യം മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചില്ല കുഴപ്പമില്ല, കാര്യം അവര് ദൈവം അവരങ്ങ് നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവരില്ലാതായി പോകത്തേ ഉള്ളൂ. മറിച്ച് ആ ഒരു കഠിനമായ വേദനയിലൂടെ, ഈ നരകത്തിന്റെ കഠിനമായ വേദനയാണ് പലപ്പോഴും സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെ മറ്റുള്ള ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വിളിച്ചു പറയാൻ ഒരു കാരണം അതാണ്. കർത്താവ് അത് പറയുന്നുമുണ്ട്. അപ്പോൾ സുവിശേഷം നരകത്തിന്റെ ആ ഭീതികരമായ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവ് നമ്മളെ ആ നരകത്തിന്റെ കെടാവേദനയിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ അത് എത്രമാത്രം ഒരു വിശ്വാസിക്ക് മനസ്സിലാകണമെന്ന് ഉണ്ടെന്നില്ല. കാര്യം അത്രമാത്രം വലിയ വേദനയിൽ നിന്നാണ്, നരകത്തിന്റെ വേദനയിൽ നിന്നാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ഈ അനൈലേഷനിസം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ പറയുന്ന പോലെ അദ്ദേഹം വിശ്വസിച്ചില്ല, ഞാൻ മുമ്പ് പറഞ്ഞ അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും. അവരുടെ എക്സിസ്റ്റൻസ് ഇല്ല, അവരില്ലാതാവും, അത്രേ ഉള്ളൂ. അതായത് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ന്യായവിധി കഴിഞ്ഞാൽ അവര് ആ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും. അത് അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പറയുന്ന സുവിശേഷവൽക്കരണത്തിനകത്തും അത് ബാധിക്കും. കാര്യം അതിനകത്ത് വലിയ താല്പര്യമില്ലായ്മ വരും. അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, സുവിശേഷത്തിന്റെ ഇമ്പോർട്ടൻസ്, അർജൻസി, അതെല്ലാം നഷ്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ കൊണ്ടുവരുന്നതിലൂടെ. അതുപോലെ തന്നെ അത് ബൈബിളിൽ നമുക്ക് അതിനുള്ള പ്രത്യേകിച്ച് വലിയ സപ്പോർട്ടീവായിട്ടുള്ള വാക്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നതുമില്ല. അതുപോലെ വെളിപ്പാട് പുസ്തകം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അർക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ, അത് 2-ാമത്തെ മരണം. അപ്പോൾ ആ ഒരു ഭീകരമായ നിത്യമായ ദണ്ഡനം അത് ബൈബിൾ പറയുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ആ എറ്റേണൽ പണിഷ്മെന്റിന്റെ ഗ്രാവിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ അർജൻസി അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിഷണറീസിനെ വീക്കനാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ ചർച്ചിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും അവർ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു താല്പര്യത്തെയും അത് കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യൂ ആണ് ഇൻക്ലൂസീവിസം എന്ന് പറയും. അതായത് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, സുവിശേഷം കേൾക്കാത്തവർ അവരെ ദൈവം അവസാനം രക്ഷിക്കും. ദൈവം എങ്ങനെ അവരെ രക്ഷിക്കും? കാര്യം അവർ സുവിശേഷം കേട്ടിട്ടില്ലല്ലോ. ഇത് ഒരുപാട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും സുവിശേഷം എത്താത്തടത്തുള്ള ആൾക്കാര് അവരെ ദൈവം വേറെ ഒരു മാർഗത്തിലൂടെ, എങ്ങനെയും ഒരു റെവലേഷനിലൂടെ അല്ലെങ്കിൽ ബോധ്യങ്ങളും കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം രക്ഷിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതും ഒരിക്കലും നമ്മൾ ബൈബിൾ പ്രകാരം അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല.
കാരണം ബൈബിളില് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 4:12 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ആ സുവിശേഷം കേൾക്കാതെ വേറൊരു രക്ഷയില്ല. അതുപോലെ തന്നെ റോമാലേഖനം 10:14, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, നന്മ സുവിശേഷം സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാതെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസം കേൾവിയാൽ ക്രിസ്തുവിന്റെ വചനത്താലും സംഭവിക്കുന്നു. അതുപോലെ അത് ബൈബിളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാ പറയുന്നത് പോലെ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ സുവിശേഷത്തിന്റെ പ്രസംഗത്തിലൂടെ മാത്രമാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നതാണെന്ന് ബൈബിൾ സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ഇൻക്ലൂസീവിസം പറയുന്നത് പോലെ കേൾക്കാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർ ഇതും പലരും വിശ്വസിക്കുന്നുണ്ട്. പല തിയോളജിയൻസും ഇതും പറയുന്നുണ്ട്. ഞാൻ ഈ സെയിം ആള് തന്നെ ഇങ്ങനൊരു വ്യൂ പോയിന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഇവരെല്ലാം ബൈബിളിന്റെ എല്ലാ രക്ഷയുടെ മറ്റു വശങ്ങളോടൊക്കെ സ്ട്രോങ് ആയി നിൽക്കുകയും ഈ വിഷയങ്ങളിൽ ഇങ്ങനൊരു വ്യൂ പോയിന്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ പുറകോട്ടായി പോകും, അതിന് താല്പര്യമില്ലാതായി പോകും. കാരണം നമ്മുടെ വീട്ടുകാരോടും അങ്ങനെ താല്പര്യം, അവരെ മര്യാദയ്ക്ക് ജീവിക്കാനേ നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ. മോറലി വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചാൽ മതി, ദൈവത്തിന്റെ ഒരു വെളിച്ചത്തിൽ ജീവിച്ചാൽ മതി, രക്ഷിക്കപ്പെടണം വീണ്ടും ജനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ദൈവം എങ്ങനെയും അവരെയും അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സലിസം പറയുന്ന പോലെ അല്ലെ അവരെ കുറച്ചു നാള് ദൈവം അവരെ ചെറിയൊരു ശിക്ഷയിലൂടെ ഒക്കെ കടത്തി വിട്ടിട്ട് ദൈവം അവരെ അങ്ങ് രക്ഷിക്കും. അല്ലെങ്കിൽ ഇൻക്ലൂസീവിസം പറയുന്ന പോലെ സുവിശേഷം കേൾക്കാത്തവരുടെ അടുത്തേക്ക് സുവിശേഷം എത്തിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവരെ ദൈവം എങ്ങനെ രക്ഷിക്കുമല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ പല ദേശങ്ങളിലേക്കും ദൈവം ആൾക്കാരെ അയക്കുന്നു, പല ആൾക്കാരും ദൈവവചനത്താൽ പ്രചോദിതരായി അവർ പലയിടങ്ങളിലേക്കും സുവിശേഷം അറിയിക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെയുള്ള ആ ഒരു അർജൻസി എന്ത് ചെയ്യാണ്, ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഇസങ്ങൾ അതിനെ അങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ ഈ സുവിശേഷത്തിന്റെ അർജൻസിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കൂടുതലും ഈ ഇൻക്ലൂസീവിസം പറയുന്ന ആൾക്കാർ കൂടുതലും പറയുന്ന വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോമൻസ് 1-ാം അതിന്റെ 19 മുതൽ 20 വാക്യങ്ങളാണ്. അവിടെ ജനറൽ റെവലേഷൻ ആണ് പറയുന്നത്, കോമൺ റെവലേഷൻ. ഈ കോമൺ റെവലേഷനിൽ ഒരിക്കലും ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതായിട്ട് ബൈബിൾ പറയുന്നില്ല. ഒരു മനുഷ്യനും ആ റെവലേഷനിൽ രക്ഷപ്പെടുന്നതായിട്ടോ ഒന്നും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു തെറ്റായ വ്യൂ പോയിന്റ് ആണ് ഈ ഇൻക്ലൂസീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു വ്യൂ പോയിന്റ് ആണ് ഒരു പോസ്റ്റ് മോഡേൺ ഇവാഞ്ചലിസം എന്ന് പറയും. അതായത് സെക്കൻഡ് ചാൻസ്. സുവിശേഷം കേൾക്കാത്തവർക്ക് പിന്നെ മരണത്തിന് ശേഷം ഒരു സെക്കൻഡ് ചാൻസ് ദൈവം കൊടുക്കും. അതിന് സപ്പോർട്ടീവായിട്ട് ഒരു വാക്യം എടുത്തിട്ടുണ്ട്. 10 ലേഖനത്തില് ഈ പാതാളത്തിലുള്ളവരോട് സുവിശേഷം അറിയിച്ചു എന്നുള്ളൊരു വാക്യം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പുതിയ നിയമ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊന്നും നമുക്ക് രക്ഷയ്ക്ക് ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നു എന്ന് ഒരിക്കലും അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള സെക്കൻഡ് ചാൻസിനെ പറ്റിയും? ഇല്ല. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ ഈ നരകത്തിൽ വീഴാത്തവരെ അല്ലെങ്കിൽ കുറച്ചു പേര് ശിക്ഷ കഴിഞ്ഞിട്ട് അവരുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും, അനൈലേഷനിസം പറയുന്ന പോലെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. യൂണിവേഴ്സലിസം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഇൻക്ലൂസീവിസം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്നും നരകത്തെ പറ്റി അവിശ്വാസികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും തെറ്റായ കാഴ്ചപ്പാടുകളാണ് കൊടുക്കുന്നത്. ഇതൊക്കെ വരുന്നത് മാനുഷികതയിൽ നിന്നാണ്. ദൈവത്തിന്റെ നീതിയോട് അത് വിശ്വസിക്കുവാൻ, അതിൽ തൃപ്തിപ്പെടുവാൻ, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാത്തവരെ ദൈവം നരകത്തിലിടുവോ എന്നുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെയാണ് പല ഉത്തരങ്ങളും ഇങ്ങനെയുള്ള പല വ്യൂ പോയിന്റുകളും വരുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു വ്യൂ പോയിന്റ് ആണ്, അതായത് സ്വർഗത്തിൽ പോകുന്നത് അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ വസിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 1,44,000 പേർ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 1,44,000 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും അവരാണ് അനോയിന്റഡ്, ഈ കർത്താവിനോട് കൂടെ വസിക്കാൻ യോഗ്യരായിട്ടുള്ളവർ, അവരെയാണ് അങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഒരു എറ്റേണൽ ഫിസിക്കൽ രാജ്യം, അതായത് ഒരു ദൈവം ഒരു ഭൗതികമായ ഒരു രാജ്യം അവർക്ക് ഭൂമിയിൽ കൊടുക്കും. അവിടെ അവർ ദൈവത്തിന്റെ രാജ്യം, ദൈവം ഭരിക്കുന്ന ഒരു രാജ്യമായി അവർ ജീവിക്കും. അവർ യഥാർത്ഥ വിശ്വാസികളാണ്. പക്ഷെ ഈ 1,44,000 പെടാത്തവരാണ്. എന്തൊക്കെ ആശയങ്ങളാണല്ലേ! ഇങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ ഇങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെല്ലാം മെയിൻ കാരണമായിട്ട് ഞാൻ കാണുന്നത് ബൈബിൾ പറയുന്ന സുവിശേഷത്തിന്റെ അത് മനസ്സിലാക്കാൻ കഴിയാത്ത, അതിന്റെ മാനുഷിക തലങ്ങളിലേക്ക് ആ സുവിശേഷത്തിന്റെ വശങ്ങളെ കൊണ്ടുപോകുമ്പോൾ
അല്ലെങ്കിൽ മാനുഷിക തലത്തിൽ നിന്ന് ഈ സുവിശേഷത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ഉത്തരങ്ങളാണ് ഈ പറഞ്ഞ ഉത്തരങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം അവിശ്വാസികളെ സംബന്ധിച്ചുള്ളതാണ്. അവിശ്വാസികളുടെ അവരുടെ മരണശേഷം അവർ എവിടെ പോകുന്നു എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഇനി വിശ്വാസികൾ എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസികൾ മരണശേഷം എന്ത് സംഭവിക്കുന്നു? ചിലർ വിശ്വസിക്കുന്നത് അവർ തൽക്കാലത്തേക്ക് ഉറങ്ങുന്നു, ഒന്നും അറിയുന്നില്ല. അതായത് വിശ്വാസികൾ മരിച്ച ശേഷം അവർ ഒരു ഉറക്കത്തിലേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവരുടെ ശരീരം ഉയർക്കപ്പെടുന്നു. അങ്ങനെയാണ് കർത്താവിനെ കാണുന്നത്. അതുവരെയും ഒരു ഉറക്കത്തിലേക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു സപ്പോർട്ടീവായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യമാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4:13 വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ നിദ്ര എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു താൽക്കാലിക ഉറക്കം. അതൊരു ശരീരത്തിന്റെ അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ സോള് ഉറക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല അവിടെ പറയുന്നത്. കാരണം ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു കുഴപ്പം, ഇങ്ങനെ വിശ്വസിക്കാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ബൈബിളിൽ മറ്റു പലയിടങ്ങളിലും മറ്റ് പല വാക്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ചേർച്ചയില്ലാതെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതില് ഒരു വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 23:43. ഇവിടെ പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കർത്താവ് ആ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ആ മാനസാന്തരപ്പെട്ട കള്ളനോട് പറയുന്നതാണ്. അതുപോലെ മറ്റൊരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 6:9 വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻകീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്തിയിരിക്കുകയും എന്നും അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്ത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃദ്ധന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇപ്പോൾ ഇവിടെ എല്ലാം ഒരു കോൺഷ്യസ് സോളിനെയാണ് ഇവിടെ എല്ലാം നമ്മൾ കാണാൻ കഴിയുന്നത്. വിശ്വാസികൾ മരിച്ചു കഴിഞ്ഞ് വളരെ കോൺഷ്യസ് ആയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഒരു സോൾ സ്ലീപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ആ ഒരു കോൺഷ്യസ്നെസ് ബൈബിൾ മറ്റു പലയിടങ്ങളിലും പറയുന്നത് പോലെ, വാക്യങ്ങൾ പറയുന്നത് പോലെ ആ ഒരു കോൺഷ്യസ്നെസ് കിട്ടത്തില്ല. നിദ്ര എന്ന് പലയിടങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് നിദ്ര എന്ന് പറയുന്ന വാക്യം വേറെ ഇടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 15:17 വാക്യം, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. അപ്പോൾ ഇവിടെ നിദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേറൊരു വാക്യം മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5:38 വാക്യം, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലാപിക്കുന്നവരെയും കണ്ട് അകത്തു കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അപ്പോൾ ഇവിടെ കർത്താവ് എന്താ, ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. ഉറക്കത്തെ കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ മരണം എന്നുള്ള കാര്യത്തെ ഉറക്കമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബൈബിളിൽ പലയിടങ്ങളിലും നമ്മൾ നിദ്ര എന്ന് കാണുമ്പോൾ അത് അല്ലെങ്കിൽ ഒരു മരണം എന്ന് കാണുമ്പോൾ ഉറങ്ങുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യ ലേഖനം 11:28 വാക്യം, മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. ഇവിടെ നിദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് മരണത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിദ്ര എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ വചനം പറയുന്നത്, അത് കൊരിന്ത്യ ലേഖനത്തിലും മറ്റു പലയിടങ്ങളിലും നിദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് അത് ശരീരത്തിന്റെ മരണത്തെ പറ്റിയാണ്. അത് ആ ഒരു താൽക്കാലികമായ ഉറക്കത്തെ പറ്റിയാണ്. ശരീരത്തെ പറ്റിയാണ് പറയുന്നത്, സോളിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പൊ സോളിനെ പറ്റി എന്താണ് വചനം പറയുന്നത്? നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും എന്നുള്ളത് എന്താണ് ബൈബിൾ പറയുന്നത് നോക്കാം. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 5:8 വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശരീരം ഇവിടെ നിദ്ര കൊള്ളുന്നു, മനസ്സെന്ത് ചെയ്യുന്നു? കർത്താവിനോടുകൂടെ വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ശരീരം വിട്ടാൽ ഒരു വിശ്വാസി ആ ഒരു കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവന്റെ സോൾ പോകുന്നത്. അതുപോലെ ഫിലിപ്പിയ ലേഖനം 1:21 വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാകുന്നു. എന്താണ് ആ ലാഭം? എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ബലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. 23 വാക്യത്തിൽ ആ ലാഭം പറയുന്ന, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ
എന്നാണ് പറയുന്നത്. അതായത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ. അപ്പോൾ ആ ഒരു കോൺഷ്യസ് ജോയ്, കർത്താവിനോടുകൂടെ വസിക്കുന്ന ആ ഒരു അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പൗലോസും പറയുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 14:13 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ പ്രവൃത്തികൾ പിന്തുടരുന്നു, അതായത് ക്രിസ്തുവിൽ ചെയ്ത അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. ആത്മാവിൽ അവർക്ക് അവരുടെ സോൾ സന്തോഷത്തോടെ, ജോയിയോടെ, ഉണർന്നിരുന്ന് കോൺഷ്യസ്നെസ്സോടെ ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഫിസിക്കൽ ബോഡി ഇല്ല, ഫിസിക്കൽ ബോഡി ഇവിടെ ഭൂമിയിലാണ്. പക്ഷെ സോൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും കോൺഷ്യസ് ആയി ഒരു സന്തോഷത്തോടെ ആയിരിക്കും. നമ്മുടെ ആത്മീക തലത്തിൽ ആത്മാവിൽ നമ്മൾ ബോധവാന്മാരായി അത് ആത്മാവിൽ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും നമ്മുടെ ആത്മാവ് കംപ്ലീറ്റ്, ആ സോളിനെ ആത്മാവ് നിറഞ്ഞവരായി, ആ സോൾ ആത്മാവിൽ നിറഞ്ഞ് ഒരു എറ്റേണൽ കോൺഷ്യസ്നെസ്, സുബോധാവസ്ഥ നമുക്ക് സ്വർഗത്തിലുണ്ടായിരിക്കും. നമ്മൾ അപ്പോൾ ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ പ്രസൻസിൽ എൻജോയ് ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് റെസ്റ്റിലായിരിക്കും നമ്മുടെ സോൾ അവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഉറക്കം എന്നുള്ളൊരു വിഷയം, ഉറക്കത്തിലല്ല ഒരു വിശ്വാസി, അവന്റെ ശരീരമാണ് ഉറങ്ങുന്നത്. ദേഹി എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോടുകൂടെ വസിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ജോയിയിലേക്കാണ് പോകുന്നത്, അത്യാനന്ദത്തിലേക്കാണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകുന്നത്. അപ്പോൾ ബോഡി ആ കുഴിയിലാണ്, ബോഡി എവിടെയാണ്? അവിടെ നിദ്ര കൊള്ളുകയാണ്, ശരീരം നിദ്ര കൊള്ളുകയാണ് ചെയ്യുന്നത്. ആ സോൾ എവിടെ പോകുന്നു? ക്രിസ്തുവിനോടുകൂടെ വസിക്കുകയാണ് ചെയ്യുന്നത്. അത് കോൺഷ്യസ് ജോയിലേക്കും വർഷിപ്പിലേക്കുമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോള്. അപ്പോൾ അൺബിലീവർ അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം എവിടെയായിരിക്കുന്നു? അവന്റെ ശരീരം ലോകത്തിലായിരിക്കുന്നു. അവന്റെ കോൺഷ്യസ്നെസ് എവിടെയായിരിക്കുന്നു? അത് നമുക്ക് കാണാൻ കഴിയുന്ന ബൈബിളിൽ ഒരു ഭാഗത്താണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 23-ാമത്തെ വാക്യം, 22 മുതലുള്ള വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22 മുതലുള്ള വാക്യം. ഇവിടെ ധനവാനായ ഒരു മനുഷ്യന്റെ ലാസർ എന്നൊരു മനുഷ്യനെ പറ്റിയാണ് നമുക്കറിയാം. ഇവിടെ ഒരു കർത്താവ് ഒരു കഥ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് വ്യക്തികളെ പറ്റി കർത്താവ് പറയുന്നതാണ്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂതരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിലിരുന്ന ലാസറേയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി അവന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ധനവാൻ ഒരു യാതനാ സ്ഥലത്ത് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു അവിശ്വാസിയുടെ സോൾ എവിടെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാതന സ്ഥലത്തേക്കാണ് പോകുന്നത്. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ടോർമെന്റ് ആയിട്ടുള്ള, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന, ഒരു ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു യാതനാ സ്ഥലത്തിലേക്കാണ് ഒരു അവിശ്വാസി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. അതായത് മരണത്തിന് ശേഷം ആ എറ്റേണൽ പണിഷ്മെന്റിന് മുമ്പ് അവന്റെ ഒരു അവിശ്വാസിയുടെ സോൾ, അത് അവിശ്വാസിയുടെയും സോൾ, വിശ്വാസിയുടെ സോൾ ദൈവത്തോടുകൂടെ കോൺഷ്യസ് കമ്മ്യൂണിയനിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ അവിശ്വാസിയുടെ സോൾ കോൺഷ്യസ് ടോർമെന്റിലേക്ക്, അതായത് ഒരു സെപ്പറേഷനിലേക്ക്, ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു യാതനയെ പോയൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ശാരീരികമായി അല്ല അനുഭവിക്കുന്നത്, ഒരു മാനസികമായി എറ്റേണലി ആ ഒരു കോൺഷ്യസ് ടോർമെന്റിലേക്ക്, യാതനയിലേക്കാണ് ഒരു സോൾ, അവിശ്വാസിയുടെ സോൾ പോകുന്നത്. അതുപോലെ തന്നെ അതൊരു ടെമ്പററി വെയിറ്റിംഗ് ആണ്. എന്തിന്? ഫൈനൽ റിസറക്ഷനിലേക്കുള്ള. അവന്റെ ശരീരം നിത്യദണ്ഡനത്തിനേക്ക് വേണ്ടി ഉയർത്തെഴുന്നേക്കുന്നു. അത് രണ്ടാമത്തെ കർത്താവിന്റെ വരവിൽ. അതിനെപ്പറ്റി തുടർന്ന് സംസാരിക്കാം. അപ്പോൾ സോൾ എന്തായിരിക്കുന്നു? സോൾ എവിടെ? യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നു, ആ ഒരു ടോർമെന്റിലായിരിക്കുന്നു, യാതനാ സ്ഥലത്തായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വേദനയും അവിടെ കരച്ചിലും നിലവിളിയും ഒക്കെയാണ്. അവിടെ വേദന മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് ആ ഒരു അവിശ്വാസി, അവന്റെ സോൾ എത്തിച്ചേരുന്നത്.
ഇവിടെ നമുക്ക് ആ വാക്യം ഒന്നുകൂടെ കേൾക്കാം. അത് വാക്യം ഒന്നുകൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16:28 പറയുന്നു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അത് ഈ ധനവാൻ പറയാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാതിനാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല. ഇത് വളരെ ട്രാജിക് എൻഡിങ് ആണ്. ഒരു അവിശ്വാസിയുടെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എത്ര വേദനാജനകമാണ്. ഒരു അവിശ്വാസി പിന്നെ ഒരിക്കലും ആ യാതനാ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു യാതനയിൽ നിന്ന് ഒരിക്കലും രക്ഷയില്ല. അപ്പം വീണ്ടും അവൻ രണ്ടാമത് ഈ യാതന സ്ഥലത്ത് നിന്ന് അവന്റെ ശരീരവും കൂടെ റിസറക്ഷൻ സംഭവിച്ച് പിന്നെ എറ്റേണൽ ഡെത്തിലേക്ക് തന്നെയാണ് പോകുന്നത്, എറ്റേണൽ പണിഷ്മെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ സുവിശേഷത്തിന്റെ അർജൻസിയൊക്കെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര പ്രധാനമാണ്, എവിടെ നിന്നാണ് ക്രിസ്തു നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിശ്വാസികൾ എവിടെയായിരിക്കുന്നു? അവർ ഈ യാതനാ സ്ഥലത്തായിരിക്കുന്നു. മരണശേഷം അവരുടെ സോൾ, അവരുടെ ശരീരം, ശ്രദ്ധിക്കണം, അവരുടെ ശരീരം ലോകത്തിൽ ഭൂമിയിലാണ്, അവരുടെ സോൾ എവിടെ ആയിരിക്കും? ഈ യാതനാ സ്ഥലത്തായിരിക്കുന്നു. ഇനി കർത്താവിന്റെ രണ്ടാം വരവിൽ എന്താണ് സംഭവിക്കുന്നത്? മരിച്ചവർ, വിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും പുനരുത്ഥാനത്തിൽ ഉയർക്കപ്പെടുവോ? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5:28 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും എന്തുണ്ട്? ഒരു പുനരുത്ഥാനമുണ്ട്. വിശ്വാസിക്ക് പുനരുത്ഥാനമുണ്ട്, അവിശ്വാസിക്ക് പുനരുത്ഥാനമുണ്ട്. എന്താണ് അവിശ്വാസിയുടെ പുനരുത്ഥാനം? അവിശ്വാസി എന്തിനു വേണ്ടി പുനരുത്ഥാനം സംഭവിക്കുന്നു? അവിശ്വാസിയുടെ പുനരുത്ഥാനം എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനൊരു വാക്യം എടുക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 11 വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതും ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികളടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇവിടെ പറയുന്നത് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. അപ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. 12-ാമത്തെ വാക്യത്തില് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അടുത്ത് ന്യായവിധി ഉണ്ടായി. പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഇവിടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് പറയുന്നത്. അവർ സമുദ്രവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ മരിച്ചവൾ അവിശ്വാസികൾ അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുകയും ആ ശരീരം എന്ത് സംഭവിക്കുന്നു? അവരുടെ ശരീരം അവർ ന്യായവിധിയിൽ ഏൽക്കപ്പെടുകയും ന്യായവിധി പ്രകാരം അവർ നിത്യദണ്ഡനത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 10:28 പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടണം. ദേഹിയെയും ദേഹത്തെയും. അപ്പോൾ ഒരു അവിശ്വാസി അവൻ കർത്താവിന്റെ രണ്ടാം വരവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും അവിശ്വാസികളായാൽ മരിക്കപ്പെട്ടവർ അവർ എന്ത് ചെയ്യുന്നു? ഈ നരകയാതനയ്ക്കായി അല്ലെങ്കിൽ അവൻ ന്യായവിധിക്കായിട്ട് അവൻ റിസറക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിശ്വാസിക്ക് മാത്രമല്ല അവിശ്വാസിക്കും എന്തുണ്ട്? പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം എന്തിലേക്ക് പുനരുത്ഥാനം സംഭവിക്കുന്നു? നരകത്തിലേക്ക് പുനരുത്ഥാനം അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പുനരുത്ഥാനം സംഭവിക്കുന്നു. ന്യായവിധി ശേഷം അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള നിത്യദണ്ഡനത്തിലേക്ക് അവൻ കടക്കുന്നു. അപ്പോൾ അൺബിലീവേഴ്സ് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് എന്തുണ്ട്? റിസറക്ഷൻ ഉണ്ട്. അവർ സമുദ്രവും മണ്ണും എല്ലാം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിൽ ഓരോ മനുഷ്യർക്കും അവനവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള പ്രതിഫലം ദൈവം കൊടുക്കുന്നു. അപ്പോൾ അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിശ്വാസികൾ നിത്യനരകത്തിനായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിശ്വാസികളുടെ ശരീരത്തെ പറ്റി ഇപ്പം പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇപ്പൊ ഒരു അവിശ്വാസി ഉയർത്തെഴുന്നേൽക്കുകയാണെങ്കിൽ അവനപ്പോൾ അവന്റെ ശരീരം എങ്ങനെയാണ്? അവന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായി ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിദ്ര കൊള്ളും, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ എല്ലാവരും എന്താണ് ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും നിദ്രയിലാണ്. ഇപ്പൊ ഈ നിദ്ര കൊള്ളുന്നവരില് ചിലർ എന്ത് ചെയ്യുന്നു? നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിദ്ര കൊള്ളുന്നു. അപ്പോൾ ചിലർ നിത്യ ജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ക്രിസ്തുവിലുള്ളവർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലാത്തവർ നിത്യ ലജ്ജയ്ക്കായി. അപ്പൊ അവരുടെ ശരീരം എങ്ങനെയാണോ എന്തിനു വേണ്ടിയുള്ളതാണ്? ലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 47 വാക്യം, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നു കളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. അപ്പം പുഴു ചാകാത്ത ആ ശരീരത്തിലെ ആ പുഴു ചാകാത്ത പുഴു മെത്ത പോലെ കിടക്കുന്നതാണ് അല്ലെ. പുഴു മെത്ത പോലെ അവരുടെ പുഴു ഒരിക്കലും ചാകാതെ ആ എറ്റേണൽ ഒരിക്കലും നശിച്ചു പോകുന്നില്ല, അനിഹിലേറ്റഡ് ആകുന്നില്ല. അനിഹിലേഷനിസം പറയുന്നത് പോലെ എന്താകുന്നില്ല? നശിച്ചു പോകുന്നില്ല. എറ്റേണൽ പണിഷ്മെന്റ് ആണ്, ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അവര് ഒരിക്കലും അവരുടെ ജഡം മാറുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞ് ശിക്ഷ ദൈവം കുറച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കുറച്ചു നാൾ കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിൽ വരിക, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പറയുന്നത് എറ്റേണൽ പണിഷ്മെന്റ് ആണ്, ഭയാനകമായ പണിഷ്മെന്റ് ആണ്. ദൈവം എത്ര വലിയ നാശത്തിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിശ്വാസി എന്ത് ചെയ്യുന്നു? അവന്റെ ശരീരം താൽക്കാലികമായി നിദ്ര കൊള്ളുന്നു. കർത്താവിന്റെ 2-ാം വരവിൽ അവന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടി? അപ്പൊ അവന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ആ ശരീരം എറ്റേണൽ പണിഷ്മെന്റിന് വേണ്ടിയുള്ള ശരീരമാണ്, തേജസ്സുള്ള ശരീരമല്ല, ഷെയിമുള്ള ശരീരമാണ്, നിന്നയ്ക്കായി ഉള്ള ശരീരമാണ്, എറ്റേണൽ നരകത്തിൽ ഇടാനുള്ള ശരീരമാണ്. ആ ശരീരം തേജസ്സുള്ള വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന, വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ശരീരമല്ല, അത് തേജസ് ഇല്ലാത്ത ശരീരമാണ്. അത് ഷെയിം നിറഞ്ഞിരിക്കുന്നതാണ്. നാശത്തിന് യോഗ്യമായ നിത്യ നരകത്തിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു ശരീരമാണത്. അത് നശിക്കുന്നതുമില്ല. ആ ശരീരം എറ്റേണലി യാതനയോടെ, നരകയാതനയിലൂടെ എറ്റേണൽ പണിഷ്മെന്റിന് യോഗ്യമായ ശരീരമാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? എറ്റേണൽ ഡാർക്ക്നെസ് ആണ് ഒരു അൺബിലീവറിന് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു അവിശ്വാസി എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മാരകമായ, അവൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്റെ സോൾ നിത്യയാതന സ്ഥലത്തേക്ക് പോകുന്നു. കർത്താവിന്റെ 2-ാം വരവിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ലജ്ജയ്ക്കും അപമാനത്തിനും നിത്യശിക്ഷയ്ക്കും വേണ്ടിയാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ പ്രത്യേകതയും അതാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായം 30-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ ഇവിടെ ഈ നരകത്തിന്റെ മറ്റൊരു അവസ്ഥയാണ്. അവിടെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രം, പിറുപിറുപ്പും ലജ്ജയും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലുകടിയും പിറുപിറുപ്പും വേദന മാത്രം, നരകതുല്യമായ യാതന, ഒരു സന്തോഷമില്ല, സമാധാനമില്ല, നിത്യമായ വേദന, ഒരിക്കലും തീരാത്ത വേദന. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തിലെ ആൾക്കാര് ഒരു ശകലം വേദന വന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ലോകത്തിൽ നമുക്ക് സമാധാനമൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ഫിസിക്കലി മെന്റലി ഒക്കെ സമാധാനം കിട്ടുന്നുണ്ട് അവിശ്വാസിക്ക്. പക്ഷെ ഒരിക്കലും സമാധാനമില്ലാത്ത, ഒരിക്കലും എൻഡില്ലാത്ത, അവസാനിക്കാത്ത നരകമാണ്. പുഴു കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ചാകാത്ത പുഴു മെത്ത പോലെ, ഒരിക്കലും അവസാനിക്കാത്ത, തീരാത്ത കണ്ണീരും കരച്ചിലും ദുഃഖവും വേദനയും, തീരാത്ത യാതനകളും പണിഷ്മെന്റ്സും ഒരിക്കലും അവസാനിക്കത്തില്ല. ഒരിക്കലും അതിനവസാനമേ ഇല്ല. അത്ര തീവ്രമാണ് നരകം, അത്ര തീവ്രമാണ് നരകം. അപ്പൊ ഈ നരകത്തിന്റെ ഈ ഇത്രയും വേദനയാണ്, അല്ലെങ്കിൽ ഈ നരകത്തിന്റെ ഈ യാതനയാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ ഈ മാരകമായ ഹൊറിബിൾ ആയിട്ടുള്ള, നരകത്തിന്റെ ഇത്രയും ഹൊറിബിൾ ആയിട്ടുള്ള അവസ്ഥയാണ് നമ്മളെ കൊണ്ട് സുവിശേഷം പറയിക്കുവാൻ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാരണം. അതുപോലെ ദൈവത്തിന്റെ ഗ്രേസ് എത്ര വലുതാണ്. ഇത്രയും വലിയ യാതന നിന്നാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് ദൈവം എത്ര സ്നേഹസമ്പന്നനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ വിശ്വാസിക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കണ്ടു, വിശ്വാസി അവന്റെ സോൾ കർത്താവിൽ മരണശേഷം കോൺഷ്യസ്ലി എൻജോയ് ചെയ്യുകയാണ്, ദൈവത്തിന്റെ പ്രസൻസിൽ സന്തോഷിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കർത്താവിന്റെ 2-ാം വരവിൽ അവന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ 2-ാം വരവിൽ അവന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. നമുക്ക് നോക്കാം, 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിന്റെ 4:16 വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥോട്. അപ്പോൾ വിശ്വാസിക്ക് എന്താണ് ദൈവം വെച്ചിരിക്കുന്നത്? സന്തോഷവും ദൈവത്തിനോടുള്ള വാസം. അതുപോലെ കർത്താവിന്റെ 2-ാം വരവിൽ മാനത്തിനായി ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു, മാനത്തിൽ തേജസ്സിൽ
ഉയർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 4:16 വാക്യം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അനോന്യം ആശ്വസിപ്പുള്ളൂ. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസികൾ എന്ത് സംഭവിക്കുന്നു? അവൻ കർത്താവിൽ മരിച്ചവർ ആദ്യം മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു, പിന്നെ ജീവനോടെ ഇരിക്കുന്നവർ ശേഷിക്കും അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. അവർ എന്തിനു വേണ്ടിയാണ്? 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 52 വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇവിടെ നിദ്ര എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. എന്തിന്? എല്ലാവരും മരിക്കുകയില്ല. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ്, കാരണം കർത്താവ് വരുമ്പോൾ കുറച്ചുപേർ മരിക്കുന്ന ആ ജീവനോടിരിക്കെ തന്നെയാണ് റിസറക്ഷൻ സംഭവിക്കുന്നത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിഴിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഈ ദ്രവമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ജീവനിലേക്ക് ഒരു വിശ്വാസി ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ റിസറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട്. അപ്പോൾ ഒരു വിശ്വാസിക്ക് തേജസ്സിലേക്ക്, ഒരു കംപ്ലീറ്റ് ഗ്ലോറിയസ് ലൈഫിലേക്കാണ് ദൈവം അവനെ എത്തിക്കുന്നത്. ക്രിസ്തുവിന്റെ സദൃശത്തോട് അനുരൂപപ്പെടുന്ന ശരീരമാണ് ദൈവം നമുക്ക് വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 21 വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. ആരുടെ മഹത്വമുള്ള ശരീരത്തോട്? ക്രിസ്തുവിന്റെ ശരീരത്തോട്. നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളും ക്രിസ്തുവിനോടുകൂടെ തേജസ്സുള്ളവരായി, മാനത്തിനായി, തേജസ്സിനായി, സന്തോഷത്തിനായി, നിത്യമായ ആനന്ദത്തിനായി ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ എവിടെ കിടക്കേണ്ടവരാണ്? നരകത്തിൽ കിടക്കേണ്ടവരാണ്. ആ നിത്യദണ്ഡനത്തിൽ കിടക്കേണ്ടവരാണ്. നിത്യയാതനയിൽ കിടക്കേണ്ടവരാണ്. നമ്മളെ ദൈവം നിത്യ സന്തോഷത്തിനായി ഉയർപ്പിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ അമേസിംഗ് ഗ്രേസ്, ദൈവത്തിന്റെ അത്ഭുതമായ കൃപ, ദൈവത്തിന്റെ അത്ഭുതമായ കരുണ നമ്മളോട് കാണിച്ചു. നാശയോഗ്യരായ ദൈവം നമ്മളെ നിത്യ സ്വർഗത്തിന് യോഗ്യരാക്കി മാറ്റി. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ഗ്ലോറിയസ് ആണ്, ശക്തിയുള്ളതാണെന്നാണ് പറയുന്നത്. അതായത് കർത്താവിൽ വിശ്വസിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികളുടെ ശരീരത്തിന്റെ പ്രത്യേകതയെ പറ്റി 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 42 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അതായത് ശരീരം ദ്രവത്വത്തിന്റെ കീഴിലുള്ളതല്ല. ഇപ്പോഴത്തെ ശരീരം ദ്രവത്വത്തിന്റെ കീഴിലുള്ളതാണ്. മരണമുള്ള ശരീരമല്ല ഇനി വരുന്നത്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ, അതായത് ഗ്ലോറിയസ് ആയിട്ടുള്ള ശരീരമാണ്. അവിശ്വാസിയുടെ കാര്യം എങ്ങനെയാണ്? അവൻ എന്തിനു വേണ്ടിയാണ്? ലജ്ജക്കായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഡാനിയൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്കും അന്ത്യമില്ല. അവരുടെ ശരീരം നിത്യ യാതനയ്ക്കായി, നിത്യ ശിക്ഷയ്ക്കായിട്ടാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുപോലെ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ശക്തിയിൽ ഉയർക്കുന്നു എന്നാ പറയുന്നത്. ശക്തിയുള്ള, ദൈവീക ശക്തിയുള്ള ഒരു ശരീരമായിട്ടാണ് നമ്മുടെ ശരീരം ഉയർക്കപ്പെടുന്നത്. 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രാകൃത ശരീരത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരത്തിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരം ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്കാണ് ഒരു വിശ്വാസി എത്തിച്ചേരുന്നത്. ഒരു വിശ്വാസിക്ക് മരണം എന്താണ്? ഇനി നമ്മൾ മരണത്തെ പറ്റി നോക്കുമ്പോൾ ഒരു വിശ്വാസി മരണത്തെ എങ്ങനെയാണ് കാണുന്നത്? മരണം എപ്പോഴും അവന്റെ ഒരു ഡോറാണ്, ദൈവത്തിന്റെ അടുത്തേക്കുള്ള, അല്ലെ, കർത്താവുമായിട്ടുള്ള ഇമ്മീഡിയറ്റ് പ്രസൻസ് വിത്ത് ക്രൈസ്റ്റ് ആണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പുനരുത്ഥാനം എന്താണ്? കർത്താവിലേക്ക്, നിത്യജീവനിലേക്ക്, അവൻ നിത്യമായി കർത്താവിനെ അറിയുന്ന, അല്ലെ, അനുഭവിക്കുന്ന, കാണുന്ന തലത്തിലേക്ക്, കർത്താവിനോടുള്ള ജീവിതത്തിലേക്കുള്ള, എറ്റേണൽ ഗ്ലോറിയിലേക്കുള്ള കാര്യമാണ് റിസറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു സംശയമാണ്, കർത്താവിൽ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കുണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ടൈം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ കർത്താവ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ രണ്ടാം വരവ് വരെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കർത്താവ് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുമോ? നമ്മുടെ പ്രാണന് കർത്താവിനെ കാണാൻ കഴിയുമോ? നമ്മൾ പ്രാണനിൽ കർത്താവിനെ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കണ്ണാൽ കാണുന്നത്, അത് പിന്നെ കർത്താവിന്റെ രണ്ടാം വരവിൽ നമ്മുടെ ശരീരം ഉയർക്കുമ്പോഴാണ്. അതുവരെ നമ്മുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തെ അറിയുന്നുണ്ട്, നമ്മൾ അവനോട് കൂടെ വസിക്കുന്നുണ്ട്. ഒരു ദേഹിയുടെ തലത്തിലായിരിക്കും നമ്മൾ അവനെ അറിയുകയും കാണുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്
എങ്ങനെയാണ് കർത്താവിന്റെ രണ്ടാം വരവിലാണ് നമ്മൾ ഒരു ബിലീവർ കർത്താവിനെ കാണുന്നതും രണ്ടാം വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തം കണ്ണുകളാൽ നമ്മൾ കർത്താവിനെ കാണും. അപ്പോൾ അത് വരെയും മരിച്ചവർ ഉറങ്ങുകയും അവരുടെ ശരീരം നിദ്ര കൊള്ളുകയും, അപ്പോൾ അതുവരെയും വിശ്വാസിയുടെ ശരീരം, മരിക്കപ്പെട്ടവർ അവരുടെ ശരീരം ഉറക്കപ്പെടുകയും അവരുടെ സോൾ കർത്താവിനോടുകൂടെ വസിക്കുകയും സന്തോഷത്തോടെ ജോയിയിൽ കർത്താവിന്റെ പ്രസൻസിൽ ആനന്ദിക്കുകയും ചെയ്യുകയും കർത്താവിന്റെ രണ്ടാം വരവിൽ അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുകയും ശരീരം സോളും ആത്മാവൂടെ ചേർന്ന് ആ ഒരു യൂണിറ്റിയിൽ വരികയും അവർ സ്വന്തം കണ്ണാൽ ദൈവത്തെ കാണുകയും ആ എറ്റേണൽ കർത്താവിനോടുകൂടെ നിത്യ ജീവിതത്തിലേക്ക്, ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത്. അവിശ്വാസി മരിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് വരെയും അവന്റെയും ശരീരം നിദ്ര കൊള്ളുകയും അവന്റെ സോൾ യാതനാ സ്ഥലത്തേക്ക്, കർത്താവിന്റെ രണ്ടാം വരവ് വരെ യാതനാ സ്ഥലത്തിൽ വേദനയിലും ദുഃഖത്തിലും ടോർമെന്റിലുമായിരിക്കും. കാരണം ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാത്തടത്ത് നിത്യ ഞെരുക്കവും വേദനയും യാതനയുമായിരിക്കും. ഇപ്പോൾ അവിടെ ആയിരിക്കും അവന്റെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിശ്വാസിയുടെ സോൾ യാതനാ സ്ഥലത്ത് ദണ്ഡിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട് ആയിരിക്കും. കർത്താവിന്റെ രണ്ടാം വരവിൽ അവന്റെ ശരീരം എന്ത് ചെയ്യുന്നു? ലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേൽക്കുന്നു. അവന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ ശരീരം നശിച്ചു പോകത്തില്ല. അവന്റെ ശരീരം എറ്റേണലി പണിഷ്മെന്റിനായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. അവന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുന്നിൽ അവന്റെ പ്രവൃത്തികൾ വരികയും അവന്റെ പ്രവൃത്തി ദൈവം ന്യായം വിധിക്കുകയും എറ്റേണലി പണിഷ്മെന്റിലേക്ക് അവൻ കടക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരിക്കലും തീരാത്ത യാതനയിലേക്ക് അവിശ്വാസി കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മരണശേഷം ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാലും അവൻ ആ എറ്റേണൽ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. അപ്പം അവനെ സംബന്ധിച്ച് മരണം ഒരു അവസാനമല്ല, തുടക്കമാണ്. എന്തിന്റെ? കർത്താവിനോട്, തന്റെ ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെളിപ്പാട് പുസ്തകം 1:24 പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖം, മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുക്കുന്നു എന്ന് അരുൾ ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അത് വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഇനി എന്തില്ല? ഒരു വിശ്വാസി ആ ഒരു എറ്റേണൽ വേദനയില്ലാത്ത, യാതനയില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു പെർഫെക്റ്റ് ദൈവത്തോടുള്ള കമ്മ്യൂണിയനിലേക്ക് ഒരു വിശ്വാസി ഫോർ എവർ എന്നേക്കുമായി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞുകൂടാൻ കഴിയാത്ത ആനന്ദത്തിലേക്ക്, പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അത്യാനന്ദത്തിലേക്ക് ആണ് ഒരു വിശ്വാസി എറ്റേണലി എത്തിച്ചേരുന്നത്. അവിശ്വാസിയോ ഒരിക്കലും തീരാത്ത യാതനയിലേക്ക്, നിത്യയാതനയിലേക്ക്, കോൺഷ്യസ് പണിഷ്മെന്റിലേക്ക്, സെപ്പറേറ്റ് ഫ്രം ഗോഡ്, ദൈവത്തിന്റെ ഫേവറിൽ നിന്ന് ഫോർ എവർ സെപ്പറേറ്റഡ് ആണ്. ദൈവത്തിന്റെ ഫേവറിൽ നിന്ന് എന്നേക്കുമായി സെപ്പറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലേക്ക്, കരച്ചിലേക്കും ഞെരുക്കത്തിലേക്കും വേദനയിലേക്കും പല്ലുകടിയിലേക്കുമാണ്, ദണ്ഡനത്തിലേക്കുമാണ് ഒരു അവിശ്വാസി ചെന്നെത്തിയിരിക്കുന്നത്. അതല്ല അവന് ഫീൽ ചെയ്യാനും കഴിയും, ശരീരത്തിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു ശരീരത്തിലാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഞാൻ പറഞ്ഞത് റിസറക്ഷൻ കഴിഞ്ഞുള്ള, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ന്യായവിധിക്ക് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ബിലീവറിനെ സംബന്ധിച്ച് എന്താണ് മരണം? വിശ്വാസിയെ സംബന്ധിച്ച് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭയക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിന്റെ പ്രസൻസിലേക്കുള്ള ഒരു യാത്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം എന്ന് പൗലോസ് പറയുന്നു. അതാണ് റിയൽ. ആ റിയാലിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സത്യം, ഒരു വാസ്തവമായ കാര്യം. നമ്മൾ കർത്താവിനോടുകൂടെ സന്തോഷമായി ആ ഒരു വാസത്തിലേക്ക് പോകുന്നതാണ് മരണം. കോൺഷ്യസ് കമ്മ്യൂണിയനിലേക്ക്, ദൈവത്തോടു കൂടെയുള്ള വാസത്തിലേക്ക്, വസിക്കുന്നൊരവസ്ഥയിലേക്ക്, കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് മരണം എന്ന് പറഞ്ഞത്. അപ്പൊ മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദപരമായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, മരണം വന്നത് എങ്ങനെയാണ്? പാപം മുഖാന്തരമാണ് മരണം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നത്. അത് പാപം ചെയ്തതോടുകൂടിയാണ് ഈ മരണത്തിന് മരണം എന്നൊരു നാശമാണ് മനുഷ്യനും. പാപം, മരണം മുഖാന്തരമാണ് നമ്മുടെ ശരീരത്തിൽ അധികാരം എടുക്കുന്നതും കർത്തൃത്വം നടത്തുന്നതും എല്ലാം. പക്ഷെ ഈ മരണത്തെ ദൈവം എന്ത് ചെയ്തു? ഒരു നന്മയാക്കി മാറ്റി. ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ആ ദൈവത്തിലേക്കുള്ള ആ ഒരു വാതിലാക്കി ദൈവം മരണത്തെ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തിന്മയെ ദൈവം എന്ത് മാറ്റി? നന്മയാക്കി മാറ്റി. അവിശ്വാസിയെ സംബന്ധിച്ച് എന്താണ്? ഹൊറിബിൾ ആണ്, വേദന നിറഞ്ഞതാണ്, ദുഃഖം നിറഞ്ഞതാണ്,
എറ്റേണൽ പണിഷ്മെന്റ് ആണ് അവനെ സംബന്ധിച്ച്. അപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് മരണം എന്താണ്? മരണം അതൊരു വാതിലാണ്. എന്തിലേക്കുള്ള? കർത്താവിലേക്കുള്ള, എറ്റേണൽ ജോയിലേക്കുള്ള ഒരു വാതിലാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കഷ്ടത അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ ഇപ്പോഴും എന്താ മനസ്സിലാക്കേണ്ടത്? അവന്റെ ഈ ലോകത്തിലെ താൽക്കാലിക കഷ്ടങ്ങളെക്കാൾ വലിയ നിത്യമായ കഷ്ടത്തിൽ നിന്നാണ് ദൈവം അവനെ രക്ഷിച്ചത്. അവന് എത്രയും വലിയ വേദന ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഭയങ്കര ഭയാനകമായ വേദനയിൽ നിന്നാണ് എറ്റേണൽ, ഇത് താൽക്കാലിക വേദനയാണ് ഈ ലോകത്തുള്ളത്, എറ്റേണൽ വേദനയിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഈ താൽക്കാലികമായ വേദനയ്ക്കപ്പുറമായി ഒരു എറ്റേണൽ സന്തോഷവും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഓർത്ത്, അത് നോക്കി, ആ ഒരു ഹോപ്പിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു ധാരാളമായ പ്രവേശനം എറ്റേണിറ്റിയിലേക്ക്, ക്രിസ്തുവിന്റെ നിത്യമായ രാജ്യത്തിലേക്ക് ധാരാളമായ ഒരു പ്രവേശനം നമുക്ക് അങ്ങനെ ലഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കാരണം അന്ത്യകാലഘട്ടത്തോട് അടുക്കുമ്പോൾ നമ്മൾ ആ പ്രത്യാശയിൽ വർദ്ധിക്കുവാൻ ഇടയായി വരട്ടെ. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 7:55 സ്തേഫാനോസ് ഇത് കേട്ടപ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതുമായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു എന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ച്, കർത്താവായ യേശുവെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചു അപേക്ഷിക്കിയാൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവ് അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ശരീരം നിദ്ര പ്രാപിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സ്തേഫാനോസിന്റെ ആ ഒരു മഹത്വമുള്ള ആ ലൈഫിന്റെ എൻഡിങ് ആണ് അല്ലെ. അവസാന കാലഘട്ടത്തിൽ ആ റിയാലിറ്റി കണ്ണുകൊണ്ട് കണ്ട് കർത്താവിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകുന്ന, ആ സന്തോഷത്തിൽ തന്റെ ചുറ്റുമുള്ള വേദന, ആ കല്ലറിയിലും അതിൽ നിന്നുണ്ടാകുന്ന വേദനകളെല്ലാം മറന്ന് സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു സ്തേഫാനോസ് അവിടെ താൻ നിദ്ര പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ധാരാളമായ പ്രവേശനം ഉള്ള ഒരുപാട് ദേവദാസന്മാർ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ അവസാന കാലഘട്ടത്തിൽ ക്രിസ്തുവിലുള്ള ആ ഒരു പ്രത്യാശയിൽ സന്തോഷത്തോടെയാണ് മരണത്തെ നേരിട്ടത്. അപ്പോൾ മരണം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായ കാര്യമാണ്. രക്ഷയുടെ ഒരു വാതിലാണ്. അതായത് ഈ ലോകത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനുള്ള ഒരു വാതിലും കൂടെയാണ്. അത് ശരീരം എവിടെ ഇല്ലെങ്കിലും ശരീരം ഉയർത്താലും നമ്മൾ ദൈവത്തോട് കൂടെ ആകുകയാണ്. പക്ഷെ ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് അത് ശരീരത്തിലായാലും അവന്റെ ശരീരം ഉയർക്കപ്പെടുകയും അവൻ ശരീരത്തിൽ എറ്റേണൽ പണിഷ്മെന്റിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അവന്റെ സോളാണെങ്കിൽ മരണത്തിന് ശേഷം എവിടെയായിട്ടാണ് പോകുന്നത്? ശരീരം ഉയർക്കുന്നതിന് മുമ്പ്, കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പ് യാതന സ്ഥലത്തേക്ക് ദണ്ഡിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാത്ത വേദനയിലേക്കാണ് പോകുന്നത്. പക്ഷെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ തേജസ്സിന്റെ ജീവിതമാണ്, ആനന്ദമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. മരണം അതിന് ഒരു തുടക്കം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് മരണം ഒരു വിഷയമല്ല. പക്ഷെ മരണത്തിന്റെ വേദന ഒരു മനുഷ്യനെന്ന നിലയിൽ മോശമായി നമ്മൾ അനുഭവിക്കാം. പക്ഷെ നമ്മൾ ഈ പ്രത്യാശയാൽ, ഈ റിയാലിറ്റിയാൽ കർത്താവിനോടുള്ള സന്തോഷത്തിലേക്ക് കടക്കുവാൻ അത്യന്തം സന്തോഷമുള്ളവരായി നമ്മൾ മരണത്തെ കാണേണ്ടതാണ്. അങ്ങനെയാണ് മരണത്തെ നമ്മൾ തോൽപ്പിക്കുന്നത്. ഈ ലോകത്തിന് പുറത്ത് പ്രത്യാശ വെക്കുന്നവർക്കാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ മരണം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഒരു അവിശ്വാസിയുടെ ജീവിതത്തിലും മരണാനന്തകരമായ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ദൈവം ഈ ഒരു വ്യൂ പോയിന്റിൽ, ലോകത്തിൽ ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാനിടയാകട്ടെ. അതുപോലെ തന്നെ നശിച്ചു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് യഥാർത്ഥമായ സുവിശേഷം, ഈ യാതനയിൽ നിന്നും ഈ നിത്യദണ്ഡനത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ദൈവം അവരോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടി നമ്മളും സുവിശേഷത്തോടെ അവരോട് എത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.